നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗൗതം വിളിക്കുന്നുണ്ടല്ലോ. മിക്കവാറും ഡൽഹിക്ക് പോകാനുള്ള ഡ്രസ്സും മറ്റും പാക്ക് ചെയ്യാനുള്ള കാര്യം പറയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. നീ എടുത്ത് സ്പീക്കർ ഫോണിലിട്. അമ്പലത്തിൽ പോയിട്ട് വന്ന് എല്ലാം ചെയ്യാന്ന് പറ. ഹലോ ഗൗതം. ആ ഡൽഹി യാത്രയുടെ കാര്യം മറന്നേക്ക്. പോകുന്നില്ല. അതെന്ത് പറ്റി ഗൗതം? അതൊന്നും എന്നോട് ചോദിക്കണ്ട. പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല. ഗൗതം വെക്കില്ലേ. ഓഫീസിൽ പോയി ഡോക്യുമെന്റ്സ് എടുത്തോണ്ട് നേരത്തെ തിരികെ വരാന്ന് പറഞ്ഞു പോയ ആളല്ലേ. അവിടെ ചെന്ന ശേഷം ഇപ്പൊ എന്താ ഉണ്ടായത്? എന്താ ഗൗതം, എന്താ പെട്ടെന്ന് പ്രോഗ്രാം മാറ്റിയത്? എന്താണ് മോനെ നീയൊന്നും മിണ്ടാത്തെ? എന്താ ഇത്ര വലിയ പ്രശ്നം? അമ്മേ, ബിൽഡേഴ്സ് കോൺഫറൻസിന് പോകുമ്പോ കൊണ്ടുപോകാനുള്ള ഡോക്യുമെന്റ്സ് എടുക്കാൻ വേണ്ടിട്ടാ ഞാൻ ഓഫീസിലേക്ക് വന്നത്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോ ഡോക്യുമെന്റ്സ് ഒന്നും കാണുന്നില്ല. ഞാൻ ഇവിടെ വന്ന് സജീവനോട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഡൽഹിയിലെ മീറ്റിംഗിന് പോകാനാണെന്നും പറഞ്ഞ് പ്രണവ് വന്ന് എല്ലാ ഡോക്യുമെന്റ്സും ഇവിടുന്ന് എടുത്തോണ്ട് പോയെന്ന്. ഡൽഹി ബിൽഡേഴ്സ് മീറ്റിൽ പങ്കെടുക്കാൻ ഈ പറഞ്ഞ പ്രണവിന്റെ കാല് പിടിച്ചതാ ഞാൻ. അവൻ കേട്ടില്ല, ഓരോ അസൗകര്യങ്ങൾ പറഞ്ഞോണ്ടിരുന്നു. ഇപ്പൊ എന്നോട് പോലും ചോദിക്കാതെ അവൻ വന്ന് ഡോക്യുമെന്റ്സ് എടുത്തോണ്ട് പോയെന്ന്. ഒരു വാക്ക് അവൻ എന്നോട് പറഞ്ഞാ പോരായിരുന്നോ മീറ്റിംഗിന് ഞാൻ പൊക്കോളാന്ന്? ഒരു പ്രശ്നമില്ലാതെ എല്ലാ ഫയലുകളും എടുത്തു കൊടുത്ത് ഞാൻ തന്നെ പറഞ്ഞു വിടുമായിരുന്നല്ലോ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എല്ലാം അവൻ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങണം. വിട്ടുകൊടുത്താൽ അവനത് വേണ്ട. എല്ലായിടത്തും തോൽപ്പിക്കണം അവൻ എന്നെ. അത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. അവൻ പോകുന്ന സ്ഥിതിക്ക് പിന്നെ ഞാനും കൂടെ എന്തിനാ മീറ്റിംഗ് എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുന്നത്? ഈ പ്രണവ് എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അവൻ എന്നോടങ്ങ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞതല്ലേ ഈ സ്വത്തും ബിസിനസ്സും ഒന്നും എനിക്ക് വേണ്ടാന്ന്. എല്ലാം അവന് തന്നെ ഉള്ളതാണെന്ന്. എല്ലാം അവന്റെ പേരിലേക്ക് ആക്കി കൊടുക്കാന്ന് പറഞ്ഞാ നിങ്ങളാരും സമ്മതിക്കില്ലല്ലോ. മോനെ, നീ ഒന്ന് സമാധാനപ്പെട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇങ്ങനെ സ്വത്ത് എഴുതി കൊടുക്കുന്ന കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ. പ്രണവിന്റെ അസുഖത്തിന് അത് മാത്രമേ മരുന്നുള്ളൂവെങ്കിൽ അത് തന്നെ ചെയ്തേ പറ്റൂ. ഇനി എനിക്കിത് സഹിക്കാൻ ബുദ്ധിമുട്ടാ. ആരുടെയും അനുവാദമില്ലെങ്കിലും ഈശ്വരമംഗലം ഗ്രൂപ്പിൽ ഒരവകാശവും എനിക്കില്ലാന്ന് എനിക്ക് എഴുതി വെക്കാമല്ലോ. എടുത്തു ചാടി ഒന്നും തീരുമാനിച്ചു കളയില്ല ഗൗതം. ഗൗതമിന് തന്നെ അറിയാം ഇതൊന്നും പ്രണവായിട്ട് ചെയ്യുന്നതല്ല. ആ CKCയും ജ്യോതിർമയും ചേർന്ന് അവനെ കുത്തിയിളക്കി വിടുന്നതാ. മോനെ, എടാ, നിധി പറയുന്നതാ സത്യം. പ്രണവ് ഒരു വകതിരിവില്ലാത്തവനാ, അറിയാലോ നിനക്ക്. അവനെ പെട്ടെന്ന് ആർക്ക് സ്വാധീനിക്കാൻ പറ്റും. ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയാ. നോക്ക്, സൂര്യമംഗലം തിരുമേനി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. മനസ്സാലെ പ്രണവ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. പൂജയുടെ ഒക്കെ ഫലം കാണാൻ ചിലപ്പോ കുറച്ച് സമയമെടുത്തെന്നിരിക്കും. അതിനിടയിൽ നീ കയറി അവിവേകമൊന്നും കാണിക്കരുത്. ഇപ്പൊ നീ ഒന്നും ചെയ്യണ്ട. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോ? എന്നെങ്കിലും അവന്റെ മനസ്സ് മാറുന്നതുവരെ ഞാൻ ഇതെല്ലാം സഹിക്കണോ? ഇനി എന്തു വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ ഫോൺ വെച്ചോ. ഈ പ്രണവിനെ കൊണ്ട് ഞാൻ തോറ്റു. ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കോളും. എടിമോളെ, നമുക്ക് ഓഫീസിൽ പോയി ഗൗതമിനെ ഒന്ന് കണ്ട് സമാധാനിപ്പിച്ചാലോ? ഇപ്പോഴത്തെ ദേഷ്യത്തിന് ഗൗതം ഓരോന്ന് പറയുന്നതാണമ്മ. നമ്മൾ ചെന്നാലും ഇതൊന്നും മാറാൻ പോകുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? നമ്മളെന്തായാലും അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതല്ലേ. ആദ്യം അമ്പലത്തിൽ പോകാം. അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അമ്മ ഒന്ന് കാറ് കയറ്.
ഗ്യാസ് തുറന്നു വിട്ടേക്കാം. അയാളെത്താൻ സമയമായി കാണും. അതാവുമ്പോ ഗ്യാസിന്റെ വലിയ സ്മെല്ലും കാണില്ല. നിനക്ക് എന്നെ എന്റെ മോനെ കൊല്ലണമല്ലേ? ഇന്നത്തോടെ നിന്റെ ഇടപാട് തീരും ചന്ദ്രബോസെ. ഗ്യാസിന്റെ മണം വരുന്നുണ്ടല്ലോ, സംശയം തോന്നുന്നു. ഇപ്പൊ കുഴപ്പമില്ല, വലിയ മണമില്ല. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആ മാനേജർ എത്തിയായിരുന്നു? ഇല്ല സർ, ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞായിരുന്നു. നോൺസെൻസ്. ഗുഡ് മോർണിംഗ് സർ. വേഗം നല്ലൊരു കോഫി ഉണ്ടോ ക്യാബിനിലേക്ക്?